ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ സമയം ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ ഇത് ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിലപ്പെട്ട ദേവദാസൻ ഡെന്നി, അതുപോലെ അദ്ദേഹത്തിന്റെ വൈഫ് സിജി ഡെന്നി, മമ്മി ഗ്രേസി, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ, ഈ തരത്തിലുള്ള ദൈവിക നിയോഗത്തോടെ, ദൈവിക പദ്ധതികളോടെ, ദൈവിക കാഴ്ചപ്പാടോടെ അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ അവർ കാട്ടുന്ന അഹോരാത്രം, ആ പ്രയത്നത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം വരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കപ്പെടുന്ന വചനങ്ങൾ അനേകായിരം പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായും വിടുതലായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പല പ്രശ്നങ്ങളിലൂടെയും പലവിധമായ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന പല ആളുകളും എന്തെങ്കിലും ഒരു ഫോം വഴി ഉണ്ടോ എന്ന് നോക്കി മുമ്പോട്ട് പോകുന്നവരാണ്. ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അധികം മീഡിയയിലൂടെ ആളുകൾ ടൈം കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഡിപ്രഷനിലും അവരുടെ പ്രയാസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മീഡിയയിലൂടെ വരുന്ന പ്രഭാഷണങ്ങളും ദൈവവചന സംഭാഷണങ്ങളും അവർക്ക് വലിയ അനുഗ്രഹങ്ങളാകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അത് യൗവനക്കാരുടെ ഇടയിലും കുടുംബജീവിതം നയിക്കപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുടെ ഇടയിലും വാർദ്ധക്യമുള്ള ആളുകളിലുമൊക്കെ ഇത് വലിയ അനുഗ്രഹവും സന്തോഷകരവുമാക്കുന്ന ഒരവസ്ഥയാണ്. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരിക്കൽ കൂടി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അവരിതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത് അത് വലിയ അനുഗ്രഹവും സന്തോഷവും ആയി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഹേമിച്ച ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം വരുവാൻ ആഗ്രഹിക്കുന്നത്. തമ്പുരാൻ ഇന്ന് പകൽ എന്നോട് വ്യക്തമായി സംസാരിച്ച ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ആധാരമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളത്തിൽ ഹേമിച്ച സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതേ വാക്യം ഉന്നയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ നിലകളിലും പരിശോധിച്ചാൽ മനുഷ്യരിൽ അവിശ്വസ്തക്കേടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം കൂടിയാണ്. അത് പ്രായ പരിധികളൊന്നുമില്ല അതിന്. എല്ലാ നിലകളിലുമുള്ളവർ ആ രീതിയിൽ ചിന്തിക്കുന്ന, ആ രീതിയിൽ എടുക്കുന്ന ചില നിലപാടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനം സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഇന്നത്തെ കാലത്തിന്റെ കാലഗതികൾ വളരെയധികം വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നത്തെ ദിനപത്രങ്ങളിലും വിവിധ മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകളും വളരെയധികം നമ്മളെ പ്രയാസപ്പെടുത്തുന്നതും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ നമ്മളെ നടത്തുന്നതുമാണ്. ഇന്ന് ഇത് കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ,
അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം അത് കേട്ട് ഭയപ്പെട്ട് നിൽക്കേണ്ടവരല്ല. അതിനു മുമ്പിൽ നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഇതിന്റെ നടുവിൽ ഞാൻ എപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം എന്നുള്ളത് നാം കർത്താവിനോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും അവിശ്വസക്കേട് എന്ന് പറയുന്നത് വളരെയധികം പ്രയാസത്തിലൂടെ പോകുന്ന ഒരു മേഖലയാണ്. അവിശ്വസ്തക്കേട് അത് ഒരാൾ ചെയ്യുന്ന ആ അവിശ്വസ്തക്കേട് മറ്റ് പല ആളുകളിലും അത്തരത്തിലുള്ള വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു പ്രശ്നമാണ്. ബൈബിൾ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അങ്ങനെയെങ്കിൽ ലോകപ്രകാരമുള്ള ഒരു ജീവിതത്തിൽ അവിശ്വസ്തക്കേട് എന്ന് പറയുന്ന ആ ഒരു മേഖല ഒരു വ്യക്തി അഭിമുഖീകരിക്കുമ്പോൾ മാനുഷികമായി ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അത് എത്രത്തോളം എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യഘട്ടത്തിൽ സ്മുർണ സഭയ്ക്ക് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നൽകിയ ആശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും സന്ദേശമാണ് കഷ്ടത അനുഭവിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളും ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. വാക്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. സ്മുർണ സഭ സാമ്പത്തികമായും ദാരിദ്ര്യം കടുത്ത പീഡകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്മുർണ സഭ എന്ന് പറയുന്നത്. വരുവാനിരിക്കുന്ന കഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ടെന്ന് ഒരു ശക്തമായ ഒരു ആലോചന കേൾക്കുകയാണ്. കർത്താവ് അവരോട് ആദ്യം പറയുന്നത് ഭയപ്പെടരുതെന്നാണ്. കഷ്ടതയുണ്ട്, ഭയപ്പെടരുത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്നാൽ ദൈവവിശ്വാസികൾക്ക് കഷ്ടതയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ പല ആളുകളും ദൈവസന്നിധിയിൽ വരുന്നത് കഷ്ടത മാറുവാനാണ്. എന്നാൽ കഷ്ടത മാറ്റുന്ന ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം. പക്ഷേ കഷ്ടത മാറ്റുവാൻ വേണ്ടി മാത്രമല്ല ദൈവസന്നിധിയോട് അടുത്തു വരേണ്ടത്. കഷ്ടത മാറും, ദുഃഖം മാറും, രോഗം മാറും, വേദനകൾ മാറും. അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം യേശുവിന്റെ കരത്തിൽ നിന്നുണ്ട്. എങ്കിൽ പോലും ബൈബിള് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. ധൈര്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവം എന്താണോ വേണ്ടുന്നത് അത് നിങ്ങൾക്ക് ദൈവം തരുമെന്നാണ് വചനത്തിലൂടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. അനേക കഷ്ടങ്ങളിലൂടെ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കത്തുള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ കഷ്ടതയില്ലാത്ത ഒരു സുഖലോലുപതയുടെ യാത്രയല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. സുഖലോലുപതയുടെ യാത്രയല്ല ക്രിസ്തീയത. അതിനപ്പുറത്ത് ക്രിസ്തീയതയ്ക്കകത്തും അനേക കഷ്ടങ്ങളുണ്ട്. ആ കഷ്ടങ്ങളുടെ അകത്ത് ദൈവം നിലനിൽക്കാൻ ആവശ്യമായ ധൈര്യം തരുന്നവനാണ്. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. സത്യത്തിൽ ഭയപ്പെടരുത്. നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദൈവത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയുമെന്നുള്ള വിശ്വാസം എല്ലാ മനുഷ്യരിലും ഭരിക്കണം. എല്ലാ മനുഷ്യരിലും ഭരിക്കണം. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ ജീവിതം അർപ്പിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കി യാത്ര തുടരുന്ന ഏതൊരു വ്യക്തിയും, ഏതൊരു വിശ്വാസിയും, ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ നാം ഉറച്ചു വിശ്വസിക്കേണ്ടത്, എന്ത് കഷ്ടങ്ങൾ വന്നാലും കർത്താവിനെ വിട്ടുപിരിയാത്ത ഒരു ജീവിതം എനിക്ക് അവസാനം വരെ ഉണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. കർത്താവ് ഈ ഭൂമിയിൽ അന്വേഷിക്കുന്നത് വിശ്വസ്തരെയാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ. കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ നിങ്ങൾ പതറിപ്പോകരുത്. കഷ്ടതയുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. അത് ഒഴിവാക്കി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് ആ കഷ്ടങ്ങളെ നേരിടാൻ ആവശ്യമായ കൃപയും ധൈര്യവും നൽകുമെന്നാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തത്. കേട്ടെ, അവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഒഴിവാക്കി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് കഷ്ടങ്ങളെ നേരിടുവാൻ ആവശ്യമായ കൃപയും ധൈര്യവും നൽകുമെന്നാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തത്. വിശ്വാസികൾക്ക് ഭയമുണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിലും
ക്രിസ്തുവിന്റെ ധൈര്യം ആ ഭയത്തെ അകറ്റുകയാണ്. ക്രിസ്തുവിന്റെ ധൈര്യം ആ ഭയത്തെ അകറ്റുകയാണ്. സത്യത്തിൽ ക്രിസ്തു വിശ്വാസികൾ നേരിടുന്ന വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് നേരെ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയന്നു പോകുന്നവരാണ്. ഭയന്നു പോകുക. പലരും ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഗതികെട്ട കാലത്തിലാണ് നാം നിൽക്കുന്നത്. മൂല്യച്യുതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട കാലം. ശ്രദ്ധിച്ചേ, ഇവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ടത് നാം നമ്മുടെ ധൈര്യം ചോർത്തിക്കളയാതെ ദൈവത്തോടും അവന്റെ വചനത്തോടും നീതി പുലർത്തി ദൈവസന്നിധിയിൽ നിന്ന് ധൈര്യം പ്രാപിക്കാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ കർത്താവിന്റെ കരത്തിൽ വിട്ടുകൊടുക്കണം. ധൈര്യം എവിടുന്നാണ് ലഭിക്കുന്നത്? ഈ ലോകത്തിൽ മറ്റിതര സംവിധാനത്തിലൂടെ നേടാൻ പറ്റുന്ന ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ പണമുള്ള ആളുകൾക്ക് ധൈര്യമുണ്ട്, പിടിപാടുള്ള ആളുകൾക്ക് ധൈര്യമുണ്ട്, മറ്റിതര ആളുകളും പ്രഗത്ഭരായ ആളുകളെ കണ്ടെത്തി അവർ കൂടെ നിൽക്കുന്നത് ധൈര്യമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവ് കൂടെയുള്ളത് ധൈര്യമാണ്, ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾ കൂടെയുള്ളത് ധൈര്യമാണ്. ഇനി മക്കൾ വിദേശത്താണെങ്കിൽ അവർക്ക് ധൈര്യമാണ്, എന്തും നേരിടാം എന്നുള്ള ധൈര്യം. ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള പല ധൈര്യങ്ങളും പലരെ നടത്തുന്നെങ്കിലും ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന ക്ലേശങ്ങളെ എതിരിടാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് കഴിയത്തില്ല എന്നുള്ളതാണ്. പണം കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റത്തില്ല. പണമുണ്ട്, കഷ്ടത കയറി വരുമ്പോൾ പണം കൊണ്ട് നമുക്ക് അതിനെ നേരിടാൻ പറ്റത്തില്ല. പൈശാചിക മണ്ഡലം അടിച്ചുവിടുന്ന പ്രതിസന്ധികളുടെ നേരെ മറ്റ് കായിക ബലം കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റത്തില്ല. മറ്റിതര മേഖലകളിൽ നമുക്ക് നേരെ ഉയരുന്ന പോരാട്ടങ്ങൾക്ക് നേരെ നമുക്ക് മറ്റൊരു സംവിധാനം ഉയർത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമുണ്ട്, ദൈവസന്നിധിയിൽ. അവിടുന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, കൃപയും ധൈര്യവും നമുക്ക് പകരുന്നു തരുന്ന കർത്താവാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ഇന്ന് ഈ വചനം ശ്രമിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ഭയം ചോർന്നു പോയതുപോലെ എന്തിന്റെയൊക്കെയോ മുമ്പിൽ ഭയം നിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾക്ക് ധൈര്യം തരാൻ പറ്റുന്ന ഉലക ചരിത്രത്തിൽ ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ചിലരുടെ ഹൃദയത്തിൽ ദൈവം അസാധാരണമായ ധൈര്യത്തെ പകരുകയാണ്. ഈ പ്രശ്നത്തിന് മീതെ ഞാൻ എങ്ങനെ സഞ്ചരിക്കും, ഈ പ്രതികൂലം എന്നെ എങ്ങനെ വിട്ടുമാറുമെന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയോട് നിങ്ങൾ അടുത്തുവാ. ദൈവം നിങ്ങൾക്ക് അസാധാരണമായ ധൈര്യത്തെ പകരും. എത്ര വലിയ പ്രതികൂലമാകട്ടെ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം അകത്തുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. പലരുടെയും പ്രശ്നമെന്ന് പറയുന്നത് പൈശാചിക മണ്ഡലം കൊണ്ടിടുന്ന ചില അധൈര്യക്കേടുകളാണ് പലരുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായിരിക്കുന്നത്. പലരും അവിശ്വസ്തരാകുന്നത് എങ്ങനെയാണ്? അധൈര്യമാണ്. ധൈര്യമുണ്ടെങ്കിൽ അവിശ്വസ്തരാകത്തില്ല. എങ്ങനെയാണ് ദൈവ കുടുംബങ്ങളിൽ അവിശ്വസ്തത കടന്നുകൂടിയത്? അധൈര്യമാണ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലായ്മയാണ്. അപ്പൊ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. വിശ്വസ്തരായി നിൽക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം ചോദിച്ചു വാങ്ങേണ്ട, ദൈവമേ, നിൽക്കുവാനുള്ള കൃപയും ശക്തിയും നീ എനിക്ക് നൽകണം. ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ധൈര്യം ചോർന്നിരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. എല്ലാ മനുഷ്യരും നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തിക്കളയുന്നതാണെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ വചനവും അവന്റെ കൃപയും അവന്റെ ശക്തിയും നിന്നെ ഇന്നു പകൽ ധൈര്യപ്പെടുത്തും. എന്തിനാണെന്നറിയാമോ? മുമ്പോട്ടുള്ള യാത്രകൾക്ക്. ധൈര്യം എവിടെയാ ചോർത്തിക്കളയുന്നത്? ഏതെങ്കിലും സാധ്യതകൾ മുമ്പിലുണ്ടെങ്കിൽ ആ സാധ്യതകളെ നിനക്ക് ലഭിക്കത്തില്ലെന്നും, നിനക്ക് ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ ആ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലഭിക്കത്തില്ലെന്നും,
ശുശ്രൂഷകൾക്ക് നിങ്ങൾ മുമ്പോട്ട് ഗമിക്കാൻ കഴിയത്തില്ലെന്നും പലവിധമായ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങൾ മുടിഞ്ഞ് അത്തരത്തിൽ തകർന്നു പോകുമെന്നും ശത്രു നിങ്ങളെ നോക്കി അപവാദങ്ങൾ പറയുമ്പോൾ അത് കേട്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ദൈവത്തോട് പറയണം, ദൈവമേ, അസാധാരണമായ ഒരു ധൈര്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം നൽകണമേ. സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വസ്തരെന്ന് പറയുന്ന ആ പദം ഇൻഡിവിജ്വൽ ആണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ദൈവസന്നിധി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വിശ്വസ്തരായാൽ ആ വിശ്വസ്തത കൊണ്ട് മറ്റുള്ള പ്രിയപ്പെട്ടവരെ ദൈവം വിടുവിക്കുമെന്നല്ല വചനത്തിൽ പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്നതാണ്. ഒരാളുടെ വിശ്വസ്തത കണ്ടിട്ടല്ല ദൈവം മറ്റൊരാളെ അനുഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ വിശ്വസ്തത കണ്ടിട്ടാണ് അവന്റെ ജീവിതത്തിനകത്ത് ദൈവം മാറ്റങ്ങൾ വരുത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തോട് പറയണം, കർത്താവേ, അവസാനം വരെ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് പകരണമേ. ശ്രദ്ധിക്കണമേ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകത അവിശ്വസ്തക്കേടെന്ന് പറയുന്നത് വളരെ ശക്തമായി കൊടുങ്കാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിശ്വസ്തരാകുന്നു. കുടുംബജീവിതത്തിനകത്തും അവിശ്വസ്തരാകുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നിസ്സാരമായ പ്രശ്നങ്ങളുടെ നടുവിൽ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ നടുവിൽ അസ്വസ്ഥരാകുന്ന മേഖലകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിശ്വസ്തരാകുന്ന മേഖലകളിലൊക്കെ തകർച്ചകളെ സംഭവിച്ചിട്ടുള്ളൂ. അവിശ്വസ്തകൾ ഒരിക്കലും നിങ്ങളെ ഒരു നല്ല പദവികളിൽ കൊണ്ടെത്തിക്കത്തില്ല. അവിശ്വസ്തക്കേട് ഒരിക്കലും നിങ്ങളെ നല്ല ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കത്തില്ല. അവിശ്വസ്തക്കേട് എപ്പോഴും തകർച്ചകളിൽ കൊണ്ടിടുന്നതാണ്. രണ്ടാമത്തെ ഒരു ഭാഗം, പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ശ്രദ്ധിച്ചേ, വളരെ ഗൗരവമാണ്. പിശാച് നിങ്ങളെ തടവിലാക്കാൻ പോകുന്നു. സ്പോന്ന സഭയുടെ ദൂത് പറയുമ്പോൾ പറയുകയാണ്, പിശാച് നിങ്ങളെ തടവിലാക്കാൻ പോകുന്നു. അതിന് കാലദൈർഘ്യം കൂടുതലല്ല, 10 ദിവസം ആ ഉപദ്രവം ഉണ്ടാകും. ഇവിടെ കഷ്ടതയുടെ പിന്നിലെ യഥാർത്ഥ ഉപജ്ഞാതാവ് പിശാചാണ്. യേശു വെളിപ്പെടുത്തുന്നു, റോമൻ ഭരണകൂടമോ പ്രാദേശിക അധികാരികളോ ആണ് ഉപദ്രവിക്കുന്നതെങ്കിൽ അവരെ ഉപയോഗിക്കുന്നത് പിശാചാണ്. ശ്രദ്ധിച്ചേ, അവിടെ ചില വ്യക്തികളെ രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇവരെ ഉപദ്രവിക്കാൻ ചില ആളുകൾ കടന്നു വരികയാണ്. അവരെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അവിടെ പറയുന്നത്, ആ ഭരണകൂടമോ പ്രാദേശിക അധികാരികളോ ആണ് നിങ്ങളെ ഉപദ്രവിക്കുന്നെങ്കിൽ അവരെ ഉപയോഗിക്കുന്നത് പിശാചാണ്. ശ്രദ്ധിച്ചേ, സത്യത്തിൽ പല ആളുകളും നിങ്ങളുടെ നേരെ എഴുന്നേറ്റ് വരുമ്പോൾ സത്യത്തിനും നേരിനും വിശ്വസ്തതയ്ക്കും നന്മയ്ക്കും വേണ്ടി നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും വ്യക്തികൾ എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അവരുടെ പിന്നിൽ ചലിക്കുന്ന ചില സാത്താന്യ മണ്ഡലങ്ങളുണ്ട്. അവരുടെ പിന്നിൽ ചലിക്കുന്ന ചില സാത്താന്യ മണ്ഡലങ്ങൾ. നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നിങ്ങൾ ഏറ്റവും സ്നേഹിച്ചവരുമായിരിക്കും നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുന്നത്. ഇതവിടെ ശ്രദ്ധിച്ചേ, ആ പട്ടണത്തിൽ ആ സ്ഥലത്ത് അധികാരികളെ ഇളക്കി വിടുന്ന പൈശാചിക മണ്ഡലം. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അവിടെ പറയുന്നു, അത് 10 ദിവസമേ ഉണ്ടാകത്തുള്ളൂ. അതിന് വലിയ കാലദൈർഘ്യമില്ല. നിന്റെ മരണം വരെയും നിന്റെ അവസാനം വരെയും നിന്നെ പിന്തുടർന്ന് മുടിക്കാൻ ഞാൻ ഇവരെ അനുവദിക്കത്തില്ല. ശ്രദ്ധിച്ചേ, ഇന്ന് പകൽ ഇത് കേട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ആ വ്യതകൾ, ആ ബുദ്ധിമുട്ടുകൾ, ആ ഞെരുക്കങ്ങൾ, ആ കഷ്ടതകൾ നിങ്ങളുടെ മരണം വരെ അത് ചുമക്കുവാനുള്ളതല്ല. അത് ചിരിങ്ങിയ ചില ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണും. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്കൊരു വിടുതലിനെ അയക്കുന്നവരാണ്. തടവ് എന്ന് പറയുന്നത് വിശ്വാസത്തെ പ്രതിയുള്ള കാരാഗ്രഹവാസത്തെ സൂചിപ്പിക്കുന്നു. തടവെന്ന് പറയുന്നത് വിശ്വാസത്തെ പ്രതിയുള്ള കാരാഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. 10 ദിവസം എന്നത് പരിമിതമായ ഒരു കാലയളവാണ്. ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ പീഡനങ്ങൾക്കോ പരീക്ഷകൾക്കോ ആയുസുള്ളൂ. ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ പീഡനങ്ങൾക്കും പരീക്ഷകൾക്കും ആയുസുള്ളൂ. ശ്രദ്ധിച്ചേ, ദൈവസന്നിധിയിൽ നീ വിശ്വസ്തനാണോ? നിങ്ങളെ ഞെരുക്കുന്ന പീഡകൾക്കും പീഡനങ്ങൾക്കും പരീക്ഷകൾക്കും ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ആയുസുള്ളൂ. അതിനേക്കാൾ വലിയ പ്രത്യേകത
ആ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കും അത്തരത്തിലുള്ള പീഡകൾ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ ഭദ്രമായിരിക്കും, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഒരു പീഡകൾക്കും നിങ്ങളുടെ വിശ്വാസത്തെയോ, ഒരു പീഡകൾക്കും നിങ്ങളുടെ ക്രിസ്തീയതയോ, ഒരു പീഡകൾക്കും നിങ്ങളുടെ തലമുറകളെയോ, ഒരു പീഡകൾക്കും നിങ്ങളുടെ കുടുംബജീവിതത്തെയോ, ഒരു പീഡകൾക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയോ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനി കയറി വന്നിരിക്കട്ടെ, അത് ദൈവത്തിന്റെ നിയന്ത്രണത്തിനകത്തായിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഇന്ന് ധൈര്യത്തോടെ പറ, എനിക്ക് വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കണം. എന്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവത്തിന്റെ കരത്തിലാണ്. ശ്രദ്ധിച്ചേ, നിങ്ങൾ കേൾക്കണം. ഈ പീഡകൾ വിധേയമാകുമ്പോഴും ദൈവത്തിന്റെ കരത്തിൽ, ദൈവം അറിഞ്ഞ് ദൈവത്തിന്റെ കരത്തിന് വിധേയമായിട്ടാണ് നിങ്ങൾക്ക് എതിരെ ശത്രുവിടുന്ന ആ പീഡകളും ആ ബുദ്ധിമുട്ടുകളും ആ ഞെരുക്കങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് തീരാൻ കാരണമെന്ന നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുവാൻ സാധ്യമായത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ആ തരത്തിലുള്ള ദൈവിക നിയന്ത്രണത്തിനകത്തൂടി നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസ്തയോടെ നിങ്ങൾ നിൽക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വസ്തയോടെ നിന്നാൽ ജീവകിരീടം പ്രാപിക്കുമെന്നൊക്കെ വണ്ണമിടയാകും. ഇവിടെ പറയുകയാണ് ജീവപര്യന്തം വിശ്വസ്തരായിരിക്കാം. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ടൈം അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വസ്തത എന്നുള്ളത്. ഒരു ചെറിയ സമയകാല അല്ല ദൈവം നമ്മളെ കുറിച്ച് വിശ്വസ്തരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലം. ഒരു ചെറിയ സമയമല്ല. എന്നാണോ നാം ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്ത് രക്ഷയുടെ അനുഭവത്തിൽ വന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ച് എന്നാണോ നാം തീരുമാനമെടുത്ത് വന്നത്, അന്നു മുതൽ നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരം 6 അടി മണ്ണ് കൊണ്ട് നമ്മുടെ ശരീരം മാറ്റപ്പെടുന്നത് വരെ സത്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പൊ ഈ വിശ്വസ്തരായിരിക്കാൻ പറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകതയാണ് അവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വിശ്വസ്തരായിരിക്കാൻ പറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത, യേശു എന്ന് പറയുന്ന സർവശക്തനായ ദൈവമാണ് ഇതിന്റെ പിറകിൽ ചലിച്ചത്. അവൻ ശക്തമായിട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കണം. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത്? യേശു തമ്പുരാൻ വിശ്വസ്തനായിരുന്നു. ജീവിതത്തിന്റെ സകല മേഖലകളിലും വിശ്വസ്തനായിരുന്നു. മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ അവതരിക്കപ്പെട്ടവൻ ഭൂമിയിൽ വിശ്വസ്തനായിരുന്നു. അതിനേക്കാൾ വലുത്, ഈ ഭൂമിയിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് 3.5 വർഷക്കാലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്ത് കാൽവറിയുടെ കുലക്കളത്തിൽ 3 കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി ശരീരം തകർക്കപ്പെട്ട് അവന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് ഒഴുക്കി തന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന സർവശക്തനായ ദൈവം ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസ്തരാകണം. കാരണം യേശു തന്ന മാതൃക അനുസരിച്ചാണ് നാം സഞ്ചരിക്കുന്നത്. അവൻ വിശ്വസ്തനായിരുന്നു, അവൻ വിശുദ്ധനായിരുന്നു. അവന്റെ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വചനം പറയുന്നത് പോലെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഈ പദം അനേക ആളുകൾ കേട്ടിട്ടുള്ളതാണ്. ഈ പദം അനേക പ്രിയപ്പെട്ടവരും കേട്ടിട്ടുള്ളതാണ്. ഒത്തിരി ആളുകൾ കേട്ടത് വചനം ശുശ്രൂഷിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സ്നാനം നടക്കുന്ന ഒരു സ്നാനദാതാവ് സ്നാനക്കുളത്തിൽ ഇറങ്ങി കയറി ആ സ്നാനക്കുളത്തിൽ നിന്ന് സ്നാനപ്പെട്ടതിന് ശേഷം കയറുന്നതിന് മുമ്പ് ദൈവദാസൻ അവന്റെ തലയിൽ കൈവച്ചു പറയുന്ന ഒരു പദമാണ് ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. സത്യത്തിൽ അവന്റെ ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്നാനക്കുളത്തിൽ നിന്ന് കയറി ഏതെങ്കിലും ഒരു ലിമിറ്റഡ് പീരീഡ് അല്ല വിശ്വസ്തത എന്ന് പറയുന്നത്. ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും, ഞായറാഴ്ച സഭായോഗങ്ങളിൽ മാത്രം വിശ്വസ്തരായവരുണ്ട്. ചില ആളുകളെ കാണാൻ കഴിയും, വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസ്തരായവരുണ്ട്. ചില ആളുകളെ കാണാൻ കഴിയും, 10 പേര് കൂടുന്നിടത്ത് വിശ്വസ്തരാകാറുണ്ട്. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നാം പഠിച്ചാൽ 4 പേര് കൂടുന്നവരുടെ നടുവിൽ വിശ്വസ്തത എന്ന് കാണിക്കുന്ന പ്രകടമായ ഒരു മേഖലയല്ല ദൈവം കാണുന്ന വിശ്വസ്തത. നിന്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ നടുവിൽ നീ ഇന്നാൽ തെളിയിക്കപ്പെടുന്നതാണ്
ദൈവിക വിശ്വസ്തത എന്ന് പറയുന്നത്. നീ തനിച്ചായിരിക്കുമ്പോൾ, നീ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നീ ആരായിരിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. 4 പേര് കൂടുന്ന സ്ഥലത്ത് നാം വലിയവനെന്ന് തെളിയിക്കാൻ, നമുക്ക് വിശ്വസ്തതയൊക്കെ ചമയാനും വിശ്വസ്തനാന്ന് കാണിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ നാം തനിച്ചായിരിക്കുന്ന സ്ഥലത്ത് എപ്രകാരമാണെന്ന് നാം ചിന്തിക്കണം. നാം തനിച്ചായിരിക്കുമ്പോൾ നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, തലമുടി നാര് ഒന്ന് കൊഴിഞ്ഞാൽ അറിയുന്നൊരു കർത്താവാണ്. അതുകൊണ്ട് വിശ്വസ്തതയോടെ ദൈവസന്നിധി നിൽക്കാൻ നാം തയ്യാറാകണം. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അവിശ്വസ്തക്കേട് കാണിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഈ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് വിളിച്ചു പറയാം, ഏതെങ്കിലും ഒരു പൊത്തുവരത്തത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോയാൽ ദൈവിക നന്മ ആസ്വദിപ്പാൻ കഴിയത്തില്ല, നിത്യത കൈവശമാക്കാൻ കഴിയത്തില്ല. നാം വിശ്വസ്തരാകണം. പല ആളുകളും വിശ്വസ്തരാകാറുണ്ട്, ആലയത്തിൽ വരുമ്പോൾ വിശ്വസ്തരാകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു വിശ്വസ്തതയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നാം വിശ്വസ്തരാകണം. അങ്ങനെ വിശ്വസ്തരായാൽ ഈ ഭൂമിയിൽ എന്താ നേടുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം. ഈ ഭൂമിയിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എന്റെ ദൈവം പോയ പോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞതുപോലെ വരും. അവൻ വരുന്നതിന് സമയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അവൻ കള്ളനെ പോലെ വരും. അവന്റെ കാഹളനാദം കേൾക്കാൻ നമുക്കിടയാകണം. വിശ്വസ്തർക്ക് മാത്രമേ ഈ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ, കാഹളനാദം കേൾക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസ്തരെന്ന് പറഞ്ഞാൽ എല്ലാ നിലകളിലും ദൈവവചനത്തിന്റെ മൂല്യതകളെ നിലനിർത്തി പ്രാർത്ഥനയിലും അവന്റെ ആത്മീക ഭൗതിക ജീവിതങ്ങളിലും വിശ്വസ്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു പറയാം, ദൈവം വിശ്വസ്തൻ എന്ന് കണ്ട ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ടുണ്ടാകും. കാഹളം ധ്വനിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവുമായിട്ട് ഒരുമിച്ച് വസിക്കാൻ തക്കവണ്ണം ഇടയാകും. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതായ ഒരു കാര്യമാണ്. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് മരണാനന്തര ജീവിതമാണ്. മരണാനന്തര ജീവിതം, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നാണ് ക്രിസ്തീയതയ്ക്കകത്ത് നാം പ്രത്യാശിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ നേടിയാലും ഇതിനപ്പുറത്ത് ദൈവം നമുക്കൊരുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നാം എത്തണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, ദൈവവുമായിട്ടൊരു വാസം നമുക്ക് ഒരുക്കപ്പെടണമെങ്കിൽ, ഇപ്പോൾ വാസമില്ലെന്നല്ല, അതിനപ്പുറത്ത്, മരണത്തിനപ്പുറത്ത് കാഹളം കേൾക്കുന്ന സമയത്ത് കർത്താവ് ഒരുക്കുന്ന ആ പാർപ്പിടത്തിൽ ദൈവവുമായിട്ട് ഒരുമിച്ച് കർത്താവിന്റെ ദൂതന്മാരും ദൈവസഭയും ഒരുമിച്ച് സമ്മേളിക്കുന്ന സമയത്ത് നമുക്കൊരുമിച്ച് അവിടെ കാണണമെങ്കിൽ നാം ഇവിടെയും വിശ്വസ്തരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വിശ്വസ്തരാണെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ആ കാഹളം കേൾക്കാൻ പറ്റത്തുള്ളൂ. അവിശ്വസ്തരായിട്ട് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖല ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിശ്വസ്തരായി ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ജീവപര്യന്തം വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകണമേ. അതൊരു വലിയ കാര്യമാണ്. എന്തൊക്കെ കാര്യം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അനേക വലിയ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, കർത്താവേ, ജീവപര്യന്തം വിശ്വസ്തയോടിരിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്യണമേ, ദൈവം എനിക്ക് കൃപ നൽകണമേ. അങ്ങനെ ജീവപര്യന്തം വിശ്വസ്തയോടിരുന്നാൽ ബൈബിൾ പറയുന്നത്, എന്നാൽ ഞാൻ ജീവന്റെ കിരീടം നിനക്ക് തരും. ഭൗമിക ഭരണാധികാരികൾക്ക് വിശ്വാസികളുടെ ജീവൻ എടുക്കാനേ കഴിയത്തുള്ളൂ. രാജാതിരാജാവായ യേശു ആകട്ടെ തന്റെ വിശ്വസ്തരായ മക്കൾക്ക് ജീവന്റെ കിരീടം കൊടുക്കും. ജീവൻ എടുക്കാൻ അനേകായിരങ്ങളുണ്ട്, പക്ഷെ ജീവന്റെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ്, സമ്മാനമായി നൽകുകയാണ്. ആർക്ക്? വിശ്വസ്തരായി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും. ഇവിടെ നിങ്ങൾ ഒരു കുടുംബം ആയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ 4 പേരും വിശ്വസ്തരാണെങ്കിൽ, വീട്ടിലെ ആരെങ്കിലും ഒക്കെ ഒരാളെ വിളിച്ചിട്ട് ജീവകിരീടം കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ വ്യക്തമാക്കുന്നത്. ഇൻഡിവിജ്വൽ ഓരോ പേഴ്സണും ആരാണോ വിശ്വസ്തർ അവരെ ദൈവം കണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവനെ കണ്ട് ദൈവം പരിശുദ്ധമായി വ്യക്തമായിട്ട് പറയുകയാണ്, ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം റോമൻ മത്സരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ നൽകിയിരുന്നത് പച്ചില കൊണ്ടുള്ള കിരീടമാണ്. പക്ഷെ മറിച്ച് മരണത്തെ ജയിച്ചവർക്ക് ലഭിക്കുന്ന നിത്യജീവന്റെ സമ്മാനമാണ്.
നിലവിലുള്ള കഷ്ടപ്പാടുകളെക്കാൾ എത്രയോ വലുതാണ് ഭാവിയിൽ കാത്തിരിക്കുന്ന മഹുത്തരമായ ഈ ജീവന്റെ കിരീടം. എത്രയോ വലുതാണ്. മരണം ആസ്വദിക്കുന്നതിന് മുന്നേ അല്ല, നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും ആ സമയത്തും ദൈവത്തിന്റെ കാഹളം കേട്ട് നാം ദൈവത്തോട് ഒരുമിച്ച് വസിക്കുമ്പോൾ പരിശുദ്ധമാ വ്യക്തമായിട്ട് പറയുക, ഞാൻ ജീവന്റെ കിരീടം നിനക്ക് നൽകും. എത്രയോ വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒത്തിരി ആളുകൾ, അവിശ്വസ്തരായ ഒത്തിരി ആളുകളെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിശ്വസ്തരായ ഒത്തിരി ആളുകൾ. അവിശ്വസ്തത എന്ന് പറയുന്നത് അവിശ്വസ്തരായി ജീവിക്കുന്നവരുടെ ആത്മീകവും ലൗകികമായ അനുഭവങ്ങളെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ബൈബിൾ. ദൈവത്തോടും മനുഷ്യരോടും അവിശ്വസ്തത കാണിക്കുന്നവർ നേരിടുന്ന അനുഭവങ്ങളും അതിന്റെ ജീവിത ശൈലികളും നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നശീകരണം ആണ്. അവിശ്വസ്തക്കേടിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം നശീകരണമാണ്. അവിശ്വസ്ത കാണിക്കുന്നവരുടെ വഴികൾ തകർച്ചയിലേക്കാണ് പോകുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ച് അവിശ്വസ്തരായി ജീവിക്കുന്നവർക്ക് യഥാർത്ഥമായ സമ്മാനം ലഭിക്കത്തില്ല. അവിശ്വസ്തരായി ജീവിക്കും. ഈ ഭൂമിയിലെ സുഖലോലുപതകൾക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അവിശ്വസ്തരാകുന്നത്. ദൈവം മുമ്പാകെ നിങ്ങൾ അവിശ്വസ്തരാകുന്നത്. മറ്റു പല സമ്മാനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ അവിശ്വസ്തരാകുന്നത്. ഒരുപക്ഷെ മറ്റിതര കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം നിങ്ങൾ അവിശ്വസ്തരാകുന്നത്. പക്ഷേ ദൈവവചനം പറയുക, അങ്ങനെ നിങ്ങൾ അവിശ്വസ്തരാകുമ്പോൾ ബൈബിൾ പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന വിലപ്പെട്ടതായ സമ്മാനം നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. സദൃശവാക്യം 13:15 പറയുന്നത്, നല്ല ബുദ്ധി പ്രസാദം തരുന്നു, എന്നാൽ അവിശ്വസ്തരുടെ വഴിയോ വിഷമുള്ളതാകുന്നു. അവിശ്വസ്തരുടെ വഴി വിഷമുള്ളതാകുന്നു, അവർ നാശത്തിലേക്ക് എത്തുന്നു. 11:3 പറയുന്നത്, നേരുള്ളവരുടെ നിഷ്കളങ്കത അവരെ വഴി നടത്തും, എന്നാൽ അവിശ്വസ്തരുടെ ക്രൂരത അവരെ നശിപ്പിക്കും. അവിശ്വസ്തരുടെ ജീവിതം വളരെ പ്രയാസമായ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. കേട്ടെ, അങ്ങനെ അവിശ്വസ്തരായാൽ പിന്നെന്താണ് കുഴപ്പം? ദൈവത്തിന്റെ കോപവും പ്രാർത്ഥന കേൾക്കാതിരിക്കലും ദൈവസന്നിധിയിൽ സംഭവിക്കും. ദൈവത്തിന്റെ കോപം ആ വ്യക്തിയുടെ മേൽ വരും. അവിശ്വസ്തരായ വ്യക്തിയുടെ മേൽ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് തന്നെയാണ്. അവിശ്വസ്തരായ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന് ബൈബിൾ പറയുകയാണ്. ദൈവസന്നിധിയിൽ അവിശ്വസ്തത കാണിക്കുകയും വഞ്ചനാപരമായി ജീവിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനകളെ ദൈവം അംഗീകരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട തെളിവ് മലാക്കി പ്രവചനം 2-ാം അധ്യായം 13-14 വാക്യം. ഭാര്യയോടും ദൈവത്തോടും അവിശ്വസ്ത കാണിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ യുവതിയുടെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചിരിക്കയാൽ യഹോവ നിനക്കും നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കും. വളരെ ഗൗരവമുള്ളൊരു വിഷയം. അവിശ്വസ്തക്കേട് കാണിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന പോലും സ്വീകരിക്കുന്നവനല്ല ദൈവം. അവിശ്വസ്തക്കേട് മനസ്സിൽ കരുതി പ്രാർത്ഥനാ ശൈലികൾ ഉച്ചരിച്ചാൽ, പ്രാർത്ഥനാ വാചകങ്ങൾ ഉച്ചരിച്ചാൽ, അവിശ്വസ്തകൾ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഉപവാസങ്ങൾ ക്രമീകരിച്ചാൽ, അവിശ്വസ്തതക്കേടുകൾ ജീവിതത്തിൽ വെച്ചുകൊണ്ട് മറ്റ് എന്തെല്ലാമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ചിന്തിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും നേടാൻ പറ്റത്തില്ല. ലൗകികമായിട്ടുള്ള പലതും പണം കൊടുത്താൽ നേടാം. പക്ഷെ ദൈവസന്നിധിയിൽ ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തതയാണ്. ദൈവം നമുക്ക് നന്മ തരണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാകണം. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ വിശ്വസ്തരായ അനേക പ്രിയപ്പെട്ടവരെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അനേക പ്രിയപ്പെട്ടവർ വിശ്വസ്തരായി ജീവിച്ച് ദൈവത്തിന്റെ നന്മ ആസ്വദിച്ച അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോസഫ് വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ പാപം ചെയ്യാൻ സാധ്യതകൾ അവന്റെ മുമ്പിലുള്ളപ്പോഴും അവൻ പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. അവൻ പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. രഹസ്യമായ ജീവിതത്തിൽ അവന് പാപം ചെയ്യാൻ സാധ്യതകളുണ്ട്, മറ്റാരും കാണുന്നില്ല. പക്ഷേ അവന് ദൈവത്തെ വഞ്ചിക്കാൻ കഴിഞ്ഞില്ല. അവന് ദൈവസന്നിധിയിൽ പാപം ചെയ്യാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ അവന്റെ വിശ്വസ്തത ദൈവം കണ്ടു. അവിശ്വസ്തക്കേടിന്റെ ഏറ്റവും വലിയ ആളാണ് ഇസ്കരിയോത്ത് യൂദ. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നിട്ടും 30 വെള്ളിക്കാശിന് വേണ്ടി തന്റെ ഗുരുവിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്ത ഒരു വ്യക്തിയാണ് ഇസ്കരിയോത്ത് യൂദ. അതുപോലെ തന്നെ ശൗൽ രാജാവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ശൗൽ.
എന്നാൽ ദൈവകൽപ്പനകൾ ലംഘിക്കുകയും ദൈവത്തെക്കാൾ ജനങ്ങളെ ഭയപ്പെടുകയും ചെയ്തതിലൂടെ ദൈവത്തോടുള്ള അവിശ്വസ്തത കാണിച്ചത് മൂലം തൽഫലമായി തന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. കേട്ടേ, നല്ല രാജാവാണ്, നല്ല ഭരണാധികാരിയാണ്, നല്ല നിലയിൽ മുമ്പോട്ട് പോയി, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അവിശ്വസ്തക്കേടെന്ന് പറഞ്ഞത് ഒരു രാജാവിന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും തനിക്കവിടെ നഷ്ടപ്പെട്ടത് രാജ്യത്വമാണ്. ശ്രദ്ധിച്ചേ, രാജ്യത്വം വീണ്ടെടുക്കാൻ മറ്റു പല മേഖലകളും തനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു രാജാവ് ഒരു രാജസന്നിധിയിൽ, ഒരു രാജകസേരയിൽ, ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് എപ്രകാരമാണ് ഇറക്കി താഴെ ഇറക്കാൻ കഴിയുന്നത്? അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഒരു രാജാവിനെ രാജകസേരയിൽ നിന്ന് മാറ്റിയത് മറ്റ് പ്രോബ്ലത്തിന്റെ വെളിച്ചത്തിലല്ല. അവൻ ദൈവസന്നിധിയിൽ അവിശ്വസ്തക്കേട് കാണിച്ചു. അവൻ ദൈവത്തെ ഭയപ്പെടേണ്ടതിന് പകരം അവൻ ജനത്തെ ഭയപ്പെട്ടു. ദൈവത്തോടുള്ള അവിശ്വസ്തത അവന്റെ ജീവിതത്തിൽ വന്നു കയറി. തൽഫലമായി തനിക്ക് രാജ്യത്വം നഷ്ടപ്പെട്ടു. 1 ശമൂവേൽ 15:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അവിശ്വസ്തക്കേട് ഒരുപക്ഷെ നമ്മളെ പരാജയത്തിൽ കൊണ്ടെത്തിച്ചേക്കാം. സഹോദരങ്ങളെ, ഒരു നിമിഷത്തെ സുഖത്തിനോ, ഒരു നിമിഷത്തെ സന്തോഷത്തിനോ, ചില താൽക്കാലിക നന്മകൾക്കോ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അവിശ്വസ്തരാകുന്നത്. ആ വഴി അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ മുഴുവൻ നിങ്ങളുടെ കരങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കരങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരും. ആ നന്മ നിങ്ങൾ പ്രാപിക്കും. അവിശ്വസ്തരായാലോ തീർച്ചയായിട്ടും ആ നന്മ നിങ്ങളെ വിട്ട് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, അവിശ്വസ്തക്കേടുകൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയാണ്. ഒരുപക്ഷെ മരണം നമ്മുടെ ശരീരത്തിൽ മരണം അനുഭവിക്കുന്നില്ലെങ്കിലും നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുകയാണ്. അവിശ്വസ്തക്കേടുകൾ നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു രാജാവിനെ ആ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി ദൈവം വേറൊരാളെ അവിടെ ആക്കിയത്, രാജാവായ രാജകസേരയിൽ ഈ മനുഷ്യൻ യുദ്ധം ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ആ രാജ്യത്തോട് തോറ്റതിന്റെ വെളിച്ചത്തിലല്ല ഒരു രാജാവിനെ ആ രാജസന്നിധിയിൽ നിന്ന് മാറ്റിയത്, ആ രാജ്യത്വത്തിൽ നിന്ന് മാറ്റിയത് അവിശ്വസ്തക്കേട് കാണിച്ചതിന്റെ ഒറ്റ പ്രോബ്ലത്തിനകത്താണ്. അബ്ശാലോമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് രാജാവായ, ഏറ്റവും വലിയ നല്ല രാജാവായ ദാവീദ് തന്റെ മകനായ അബ്ശാലോം സ്വന്തം പിതാവിനോടും രാജാവിനോടും അവിശ്വസ്തത കാണിച്ചു. ജനങ്ങളെ ഇളക്കി വിട്ട് രാജ്യത്വം പിടിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തി. അവിശ്വസ്തക്കേടല്ലേ? ഗൂഢാലോചന നടത്തി. അതിന് തൽഫലമായിട്ട് എന്താ സംഭവിച്ചത്? അവന്റെ ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഹനന്യാസിനെ കുറിച്ചും സഫീറയെ കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ അവിശ്വസ്തക്കേട് കാണിച്ചു. ആഹാബ് രാജാവിനെയും ഇസബേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അവിടെയും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. ശിംശോനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും, അവൻ ദൈവം കൊടുത്ത ആ വാഗ്ദത്തത്തെ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീയോട് തന്റെ ശക്തി എവിടെയെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞ ആ വാക്കിനെ ദൈവസന്നിധിയിൽ അവിശ്വസ്തക്കേട് കാണിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നഷ്ടമാണ്. അടുത്തത് ഹുമനയോസും ഫിലയോസും നമുക്ക് ബൈബിളിൽ പരാമർശമായിട്ട് കാണാൻ കഴിയുന്നത്, അവർ ദൈവസന്നിധിയിൽ പുതിയ നിയമ ദൈവസഭയിൽ സത്യോപദേശത്തോടും വിശ്വാസത്തോടും അവിശ്വസ്തത കാണിച്ച് തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചു. ഹുമനയോസിനെ കുറിച്ച് നമ്മൾ ബൈബിൾ പഠിക്കുന്നത് വളരെ ഗൗരവമുള്ള പദങ്ങളാണ്. തെറ്റായ ഉപദേശങ്ങൾ അവിശ്വസ്തക്കേടല്ലേ? ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ശക്തമായ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി പഠിപ്പിക്കലുകളും തെറ്റായ പ്രചരണങ്ങളും നടത്തിയ ഹുമനയോസിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പണമോ, നമ്മുടെ വീടോ, നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റോ, മറ്റിതര മേഖലകളല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് വിശ്വസ്തയോടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ്, വിശ്വസ്തയോടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ വിശ്വസ്തയോടെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ജീവിക്കാൻ തയ്യാറെടുത്താൽ പരിശുദ്ധന്മാർ വിളിച്ചു പറയുകയാണ്, അസാധാരണമായ ദൈവിക നന്മ അവൻ അനുഭവിക്കാൻ കഴിയും. ഇവിടെ ദാനിയേലിനെ കുറിച്ച് ബൈബിൾ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്, ദാനിയേൽ തന്റെ ജീവിതത്തിനകത്ത്
രാജാവ് പറഞ്ഞ രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി താൻ സേവിച്ചു വന്ന ദൈവത്തെ താൻ പ്രാർത്ഥിക്കാനും താൻ ദൈവസന്നിധിയിൽ കരയാനും തുടങ്ങിയപ്പോൾ രാജാവിന്റെ കൽപ്പനയേക്കാൾ വലുതാണ് ദൈവത്തോടുള്ള ബന്ധമെന്ന് അവൻ കണ്ടപ്പോൾ അവൻ ചെയ്ത തീരുമാനത്തിൽ വിശ്വസ്തയോടെ നിന്നു. അവൻ രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും അവൻ ദൈവസന്നിധിയിൽ ഇറങ്ങി നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ അതോടെ അവിശ്വസ്തക്കേട് കാണിച്ചില്ല. മറ്റ് ഇതര മേഖലകൾക്ക് വേണ്ടി ദാനിയേൽ അവിശ്വസ്തക്കേട് കാണിച്ചില്ല. അവൻ അവിശ്വസ്തക്കേട് കാണിക്കാതിരുന്നതിന്റെ ഫലമായി ദൈവം അവനെ ശക്തമായ ദൈവപ്രവർത്തികളിലൂടെ വിടുവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് സിംഹത്തിന്റെ വായ അടപ്പിച്ച ദൈവം. അപ്പൊ വിശ്വസ്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അസാധാരണ കാര്യങ്ങളാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, അവിശ്വസ്തക്കേട് കാണിച്ച ആളുകൾക്ക് മുഴുവൻ നാശമാണ് സംഭവിച്ചതെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ വിശ്വസ്തരായി നിന്നവർക്ക് വേണ്ടി ദൈവം തന്റെ പ്രവർത്തികളെ തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തുമെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദൈവസന്നിധിയിൽ വിശ്വസ്തരാരുണ്ടോ അവർക്ക് വേണ്ടി അസാധാരണ ദൈവിക നന്മയെ സ്വർഗത്തിലെ തമ്പുരാൻ വെളിപ്പെടുത്തും. അസാധാരണ ദൈവിക ഇടപെടലുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തും. അസാധാരണ ദൈവിക ഇടപെടലുകൾ സ്വർഗത്തിലെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. എന്തൊക്കെയാണ് നാം വിശ്വസ്തരായി നിൽക്കുമ്പോൾ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധി ഉണ്ടാകണം, ആത്മീക ബന്ധമുണ്ടാകണം, ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം, വചനവായന മുടങ്ങാതെ കാത്തു സൂക്ഷിക്കുക. സത്യത്തിൽ വളരെ ഗൗരവമുള്ളൊരു ഒരു വിഷയമാണ്. വിശ്വസ്തരായിരിക്കുന്ന ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ജീവിതത്തിൽ അവന്റെ പ്രാർത്ഥനാ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്തതായിരിക്കണം. വചനധ്യാനം ഉണ്ടായിരിക്കണം. അടുത്തത് സത്യോപദേശം. കാറ്റിന്റെ നാനാവിധ ഉപദേശങ്ങളാൽ നാം ചഞ്ചലപ്പെട്ടു പോകാതെ ബൈബിൾ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. അടുത്തത് നീതിബോധവും സമഗ്രമായ ഒരു ചിന്തയും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കുടുംബവും ജോലിയും സമൂഹവും നാം ഒരുമിച്ച് കഴിയുന്നവരാണ്. സത്യസന്ധമായ ക്രിസ്തീയ മൂല്യതകളെ മുറുകെ പിടിക്കുന്നവരാകണം വിശ്വസ്തരായി ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. പ്രത്യാശ എന്ന് പറയുന്നത് ഏറ്റവും വലുതാ. വിശ്വസ്തർക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. കാണപ്പെടുന്ന താൽക്കാലിക ലോകമല്ല, മറിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തെ കുറിച്ചുള്ള പ്രത്യാശ ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കുക. അപ്പൊ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വസ്തരായ ആളുകൾ പ്രത്യാശ ഉണ്ടായിരിക്കണം. എന്താണ്? നാം ഈ കാണുന്ന താൽക്കാലിക ലോകമല്ല, അതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനത്തെ കുറിച്ചൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ബൈബിളിൽ വിശ്വസ്തരായ വ്യക്തികളെ വളരെ ശക്തമായിട്ട് പരാമർശിക്കുമ്പോൾ നോഹയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് തന്റെ കാലത്ത് അഴിമതി നിറഞ്ഞ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനായി ദൈവം കൽപ്പിച്ചതൊക്കെയും കൃത്യമായി ചെയ്ത് വിശ്വസ്തത കാണിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, തന്നോട് കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു. വിശ്വസ്തരുടെ ഒരു ഏറ്റവും വലിയ കുഴപ്പം, ഏറ്റവും വലിയൊരു കാര്യം, അവർ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം കൃത്യമായി പാലിക്കുന്നവരാണ്. ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഈ കാലത്തിൽ അത് നടക്കുമോ? ഈ കാലത്തിൽ അത് നടന്നില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമാക്കുന്ന ഒരു നിത്യതയും നമുക്ക് കൈവശമാക്കാൻ പറ്റത്തില്ല. ബൈബിൾ അനുസൃതമായി ദൈവവചന മൂല്യതകളെ നിലനിർത്തി ജീവിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് ബൈബിൾ ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. അവന് ഈ ലോകം തരുന്ന ഒരു സുഖത്തേക്കാൾ അപ്പുറത്ത്, ഒരു വലിയ നന്മയേക്കാൾ അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന നന്മ അനുഭവിക്കാൻ കഴിയും. കൈപ്പണിയല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ബൈബിൾ പറയുകയാണ്, കൃത്യമായി ദൈവവചനം പഠിച്ചും പാലിച്ചും വിശ്വസ്തത കാണിച്ച നോഹയെ പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായ ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു പറയാം, ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബൈബിളിൽ ദൈവം വിശ്വസ്തരെന്ന് കണ്ട് തിരഞ്ഞെടുത്തവരെ ദൈവം അസാധാരണ കാര്യങ്ങളാണ് ദൈവം ചെയ്യിപ്പിച്ചത്. ദൈവം എല്ലാ കാര്യങ്ങളും എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. വിശ്വസ്തരെ കൊണ്ടാണ് ദൈവം കാര്യങ്ങൾ ചെയ്യിച്ചത്. ആ കാര്യത്തിൽ വിശ്വസ്തനാണോ? ചെറിയ കാര്യത്തിൽ നാം വിശ്വസ്തരാണെങ്കിൽ അവൻ വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. അല്പത്തിൽ വിശ്വസ്തനെ
അധികത്തിന് വിചാരകനാക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ വിശ്വസ്തത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും മൂല്യതയുള്ളതാണ്. അത് ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നാം വിശ്വസ്തത കാത്തു സൂക്ഷിച്ചാൽ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടത്തില്ല. സത്യത്തിന് മാത്രമേ എന്നും തല ഉയർത്തി നിൽക്കാൻ കഴിയൂ. സത്യത്തെ മണ്ണിട്ട് മൂടാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ജീവപര്യന്തം നിൽക്കാൻ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കണം. നാം പറഞ്ഞില്ലേ, ആരുടെ മുമ്പിലാണ് വിശ്വസ്തരാകേണ്ടത്? ദൈവത്തിന്റെ മുമ്പിലാണ് നാം വിശ്വസ്തരാകേണ്ടത്. എന്തുകൊണ്ടാണ് നാം വിശ്വസ്തരാകേണ്ടത്? ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് നാം വിശ്വസ്തരാകേണ്ടത്. തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദരങ്ങളെ, വിവിധ ടൈം സോണിൽ എന്നെ ശ്രമിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ദൈവം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം നിങ്ങളോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ഈ ഭൂപ്പരപ്പിലെ ചരാചരങ്ങൾ സർവ്വ സൃഷ്ടികളോടും സൃഷ്ടികളെയും ദൈവമാക്കിയ സ്ഥലത്ത് ഏതെങ്കിലും അവിശ്വസ്തത ദൈവം കാണിച്ചിട്ടുണ്ടോ? ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരാകണം. അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. യോസേഫ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. മോശ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ഇയ്യോബ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. പൗലോസ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ഇവരൊക്കെ അനുഭവിച്ച ദൈവിക നന്മകളുടെ മൂല്യമായ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ഈ ബൈബിൾ എടുത്ത് തുറന്നു പരിശോധിച്ചാൽ ആരെങ്കിലുമൊക്കെ നന്മ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നിന്നതിന്റെ ആമേൻ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവർ, അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാതെ ചരിത്രത്തിൽ വിശ്വസ്തരായി ജീവിച്ച രക്തസാക്ഷികളായ വ്യക്തികളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഈ പഠനം നമ്മൾ ഈ വായന ഭാഗം നാം വായിച്ച ആ മേഖലകളിൽ പോളികാർപ്പിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, പോളികാർപ്പിനെ കുറിച്ച് ചരിത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോസ്തലനായ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. സ്മുർണ്ണ സഭയുടെ മെത്രാനായിരുന്നു. യേശുവിനെ തള്ളിപ്പറയാൻ വിസമ്മതിച്ച 86 വയസ്സിൽ റോമൻ ഭരണകൂടം അദ്ദേഹത്തെ തീക്കുണ്ടത്തിൽ എറിഞ്ഞുകൊന്നു. മരണവേളയിലും അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. കേട്ടെ, വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന പോളികാർപ്പിന് സംഭവിച്ചത് മരണം വരെയും തന്നെ തീക്കുണ്ടത്തിൽ എറിഞ്ഞ് തന്നെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോഴും താൻ മരണം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും താൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഇത്തരത്തിലുള്ളൊരു വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ കഴുത്ത് ഖണ്ഡിച്ച് കളയേണ്ടി വന്നാലും, നമ്മുടെ പ്രാണന് ഹാനി വരുമെന്നുള്ള ചിന്ത ഉണ്ടായാലും നാം ഒരിക്കലും ദൈവസന്നിധിയിൽ അവിശ്വസ്തരാകരുത്. ഒത്തിരി പ്രിയപ്പെട്ടവരെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിൽ അനേക പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായത് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അവർ രക്തസാക്ഷിയായതിന്റെ കാരണം? പ്രധാനപ്പെട്ട കാരണം ഇതാണ്: അവർക്ക് അവിശ്വസ്തരാകാൻ താല്പര്യമില്ല. ജീവിതത്തിൽ അവർക്ക് അവിശ്വസ്തരാകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പലരുടെയും ജീവിതം അവരുടെ ശരീരം ഈ ഭൂമിയിൽ തകർക്കപ്പെട്ടു പോയത്. പലരും രക്തസാക്ഷികളായതിന്റെ കാരണം യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ തീർച്ചയായിട്ടും രക്തസാക്ഷികൾ ആകാതിരിക്കാം. പക്ഷേ അവർ രക്തസാക്ഷികളായതിന്റെ പ്രധാനപ്പെട്ട കാരണം യേശുവിന്റെ സന്നിധിയിൽ അവർക്ക് അവിശ്വസ്തത കാണിക്കാൻ കഴിയത്തില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ സമയം ഇവിടെ കഴിവാറായതുകൊണ്ട് വേഗത്തിൽ എന്റെ വാക്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ക്രിസ്തീയതയ്ക്കകത്തും ക്രിസ്തീയ മൂല്യതകളെ നിലനിർത്തിയും ക്രിസ്തീയ ജീവിതത്തിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ അവിശ്വസ്തതയിലൂടെയാണ് യാത്ര ചെയ്യുന്നെങ്കിൽ ഒരു മുന്നറിയിപ്പായി ഇത് നിങ്ങൾ സ്വീകരിച്ച് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് 1 മിനിറ്റ് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി വിശ്വസ്തരായി ജീവിച്ച് പല രോഗങ്ങളുടെ നടുവിൽ അലയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തും ദൈവം നിങ്ങൾക്ക് സൗഖ്യത്തിന്റെ കരത്തെ പകർന്ന് നിങ്ങളെ വഴി നടത്തുവാൻ ഇടയായി തീരും. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് ഈ സമയം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവിധ ടൈം സോണുകളായി ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ യേശുവിൻ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കരുണയും കൃപയും വെളിപ്പെടുത്തണം. അവരനുഭവിക്കുന്ന വ്യതകളിൽ നിന്ന് ദൈവം അവരെ ശക്തമായി എഴുന്നേൽപ്പിക്കണം. കഷ്ടങ്ങൾ അനേകമുണ്ടെങ്കിലും ധൈര്യപ്പെട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയാത്ര മുന്നോട്ട് ഗമിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം അവരെ സഹായിക്കണം.
ദൈവവരെ ശക്തീകരിക്കണം. അനേക പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹത്തിന് ഇതൊരു കാരണമായി തീരണമേ. സ്വർഗത്തിലെ തമ്പുരാൻ എല്ലാവരെയും ഒരുമിച്ച് മാനിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.